ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ജിമ്മിൽ ഒരു ഓണം സെലിബ്രേഷന് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്വിക്കായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കുന്നത് വെച്ചു. അപ്പോൾ ഞാനിവിടെ വേറെ എതിക്കുന്നത് ലാവൻഡർ കളറിലുള്ള സെമി സിൽക്കിൻ്റെ ബ്ലൗസാണ് വിത്ത് ടിഷ്യൂ ബ്ലെൻഡഡ് ആയിട്ടുള്ള സെറ്റ് സാരി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്തിട്ട് ആണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്ത് നിൽക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഐ ഷാഡോയും ബ്ലഷൊന്നും വാങ്ങാറില്ല ഗൈസ്, ബിക്കോസ് ലിപ്സ്റ്റിക്ക് തന്നെ നമുക്ക് മൾട്ടി പർപ്പസായിട്ട് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് അതിന് വേണ്ടി സെപ്പറേറ്റ് സാധനം വാങ്ങുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ഡ്രസ്സാണ് വെയർ ചെയ്യുന്നത് അതിനനുസരിച്ച് ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് ഞാൻ സുഡിയോൻ്റെ റെഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. ബട്ട് അത് ഭയങ്കര കുറച്ച് ഒരു ബ്രൈറ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ മേലെ ഒരു ബെറി കളർ ഷെയ്ഡും കൂടി കൊടുത്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടിയായിരുന്നു. ഒരു ബെറി കളർ ആൻഡ് റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേർപ്പിൾ കളർ കിട്ടി എനിക്ക്. ദെൻ ഞാനത് സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. ഹെയർ സ്റ്റൈലായിട്ട് ഞാൻ ഇവിടെ ചെയ്യണത് ഒരു സിമ്പിളായിട്ടുള്ള മുടി നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ള പിൻ ചെയ്ത് വയ്ക്കുന്ന സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈലാണ്. കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കതിലെന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി. അപ്പോൾ മാലയും കമ്മലും വളയൊക്കെ ഇട്ട് കഴിഞ്ഞു ഗൈസ്. ലാസ്റ്റ് ആൻഡ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മുല്ലപ്പൂ വെക്കാണ് ഞാൻ അവിടെ. ഇതും കൂടി വെച്ച് കഴിയുമ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആയി. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. സോ എനിക്ക് ഈ ബ്ലൗസിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഒന്നും പറയാനില്ല. അതിൻ്റെ ഔട്ട്ലുക്കും അടിപൊളിയായിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫങ്ഷന് പോവുകയാണ് ചെയ്തത്. പാലക്കാടായിരുന്നു. ഡിസ്ട്രിക്ട് 9 എന്നുള്ള ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ഫൺ ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഡാൻസും പാട്ടും ദെൻ എല്ലാം ഒരു പാക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾ പോണ ജിമ്മ് ഫിറ്റ് പാക്ക് എന്നുള്ള ജിമ്മാണ് കേട്ടോ. അപ്പോൾ അവരുടെ വക സെലിബ്രേഷൻ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അടിപൊളി സദ്യയൊക്കെയായിട്ട് അടിച്ചു പൊളിച്ചു. കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതാറും